2:30 ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം കഴിഞ്ഞാൽ ഇനി 6:30 അടുത്ത മത്സരമാണ്. ഫിഫ ലോകകപ്പിൽ സെമിഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന കളത്തിലേക്ക് ഇറങ്ങുകയാണ്. നാളെ രാവിലെ 6:30 നടക്കുന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡാണ് എതിരാളികൾ. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അസർ ബിൻ അസീസ് ചേരുകയാണ്. അസർ, അർജന്റീനയ്ക്ക് എത്രത്തോളം വെല്ലുവിളിയാകും സ്വിസ് പട? ഗോകുൽ, എന്തായാലും അതിശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ലോക ചാമ്പ്യന്മാരാണ് ഒരു ഭാഗത്തുള്ളത്. അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള എന്തു വസ്തുക്കളും സൂക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സംഘമാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അതുകൊണ്ട് തന്നെ ലോകകപ്പിൽ ഏറെ നേട്ടങ്ങളൊന്നും പറയാനില്ലാത്ത ഒരു രാജ്യത്തിന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മത്സരമായിരിക്കും നാളെ രാവിലെ നടക്കാൻ പോകുന്നത്. അതിൽ വിജയം കൊയ്യാനായാൽ അത്രയും വിലമതിക്കുന്ന മറ്റൊരു വിജയം അവർക്ക് ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാൻ. സൂപ്പർ താരം ലയണൽ മെസ്സി ഒരു ഭാഗത്ത് പന്ത് തട്ടാൻ എത്തുന്നുണ്ട്. മെസ്സിയുടെ നേതൃത്വത്തിലെത്തുന്ന അർജന്റീന ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ അനായാസമായ ഒരു ഒഴുക്കാണ്, അല്ലെങ്കിൽ ഒരു യാത്രയാണ് അർജന്റീനയ്ക്ക് ഉണ്ടായതെങ്കിൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത്ര സുന്ദരമായിരുന്നില്ല ആ യാത്ര എന്ന് വേണം നമുക്ക് പറയാൻ. കേപ്പ് വെർദെയുമായി ഗോൾ വഴങ്ങുന്നു. പിന്നീട് പ്രീ ക്വാർട്ടറിലാണെങ്കിൽ ഈജിപ്റ്റുമായി 2 ഗോളുകൾക്ക് പിന്നിൽ നിൽക്കുന്നു. പിന്നീട് തിരിച്ചടിക്കുന്നു. ഒരുപക്ഷെ വിജയിക്കണമെന്നും ആ വിജയത്തിലേക്ക് എത്തണമെന്നുമുള്ള ഒരു ആഗ്രഹം മെസ്സി അടങ്ങുന്ന സംഘത്തിനുണ്ടായേക്കാം. എങ്കിൽ കൂടി ചില പിഴവുകൾ ആ ടീമിനുണ്ട്. ഒരു ലോക ചാമ്പ്യൻ പട്ടം നേടിയെത്തുന്ന, അല്ലെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഒരു ടീം എന്നതിനപ്പുറത്തേക്ക് ചില അപാകതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ആ ടീമിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം പ്രതിരോധ നിര തന്നെയാണ്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പ്രതിരോധ നിരക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലെന്ന് വേണം പറയാൻ. നോക്കൌട്ട് ഘട്ടങ്ങളിലെല്ലാം ഗോളുകൾ വഴങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതുതന്നെയാണ് ആരാധകരിൽ ചെറിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ കിട്ടുന്ന അവസരങ്ങൾ സ്വിറ്റ്സർലൻഡ് മുതലെടുക്കുകയാണെങ്കിൽ അതൊരുപക്ഷെ ഗോളായി മാറുകയും ചെയ്താൽ എത്ര കണ്ട് തിരിച്ചു വരാൻ കഴിയും? കഴിഞ്ഞ 2 മത്സരങ്ങളിൽ തിരിച്ചുവരവ് ഉണ്ടായെങ്കിൽ കൂടി എപ്പോഴും ഫുട്ബോളിൽ ആ നിശ്ചിത സമയത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നുള്ളത് തന്നെയാണ് ആരാധകരെല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ടീമുകളുടെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ നിലവിൽ പട്ടികയിലോ അല്ലെങ്കിൽ പേരുകളിലോ അത്ര മികച്ച താരങ്ങളൊന്നും തന്നെ സ്വിറ്റ്സർലാൻഡിൽ ഇല്ലെങ്കിൽ കൂടി കിട്ടുന്ന അവസരങ്ങൾ അത് കൺവേർട്ട് ചെയ്യാനും ഗോളാക്കി മാറ്റാനും സ്വിറ്റ്സർലാൻഡിന് സാധിക്കുന്നുണ്ട്. എന്തായാലും എളുപ്പമായിരിക്കില്ല അർജന്റീനയ്ക്ക്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.